2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഈ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. കടക്കണിയിൽ നിന്നും കുറച്ചെങ്കിലും മോചനം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. കുറച്ചു കടമെങ്കിലും നിങ്ങൾക്ക് വീട്ടുവാനായിട്ട് സാധിക്കുന്നു. ഈ സെപ്റ്റംബർ മാസത്തിൽ ജീവിതത്തിലെ ചെറിയ രീതിയിലെ പുരോഗതി വരുന്നതായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് ശാന്തി ലഭിക്കുന്നു. ചില അത്യാവശ്യങ്ങൾക്കായി ചില ഉത്തര നക്ഷത്രക്കാർ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മനോദുഃഖങ്ങൾ, ഏതെങ്കിലും രീതിയിൽ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന ദുഃഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് മാറ്റം വരുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള കാലതാമസത്തിലും കുറച്ച് വ്യത്യാസം വന്ന് വേഗം നടന്നു കിട്ടുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഏത് തരത്തിലുള്ള അപവാദമായിരുന്നാലും പേരുദോഷമായിരുന്നാലും മാറിക്കിട്ടുന്നതിന് സാധ്യതയുണ്ട്. പാഴ് ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നഷ്ടങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുമൂലം തന്നെ നല്ലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു. പിരിയാൻ തീരുമാനിച്ച ദമ്പതിമാരാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. മതപരമായ ആചാരങ്ങളും മറ്റും നിർത്തിയത് പൂജയും പ്രാർത്ഥനകളൊക്കെ നിർത്തിയത് കൊണ്ടുണ്ടായ ദോഷങ്ങളെല്ലാം മാറി അതെല്ലാം ഒരു തടസ്സവും ഇല്ലാണ്ട് പുനരാരംഭിക്കാൻ സാധിക്കുന്നു. അങ്ങനെ മനസമാധാനവും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. അതുപോലെ ശനിയുടെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നു. ഉറ്റ ബന്ധുവിന്റെ ഗുരുതരമായ രോഗം MICയിലൊക്കെ കിടന്നെങ്കിൽ അതൊക്കെ ഭേദമായി വരുന്നു. ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും നിരന്തരമുള്ള ശല്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോടും വഴക്കിനും ബഹളത്തിനൊന്നും ഈ സമയം പോകരുത്. അത് അനുകൂലമല്ല. ആരെയും കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യരുത്. അതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 5 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളാക്കി സമ്മാനം കിട്ടാൻ ഒരു വഴി കാണുന്നുണ്ട് ചിലർക്ക്. അതുപോലെ നല്ല ഡ്രസ്സുകളും ഇതൊക്കെ സമ്മാനങ്ങളായിട്ട് ലഭിച്ചേക്കാം. ബാല്യകാലം ഇതൊക്കെ ലഭിക്കുമെങ്കിൽ തന്നെയും ബാല്യകാലം അത്രയ്ക്കൊരു സുഖകരമാണെന്ന് തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് ചില രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുടുംബത്തിലെ ഒരു ഭൂമി ഇവർക്ക് ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് കുടുംബ വസ്തുക്കളോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്നതോ ആകാം. എന്തായിരുന്നാലും ഈ കുടുംബത്തിലേക്ക് ഒരു വസ്തു ലഭിക്കാം. അതുപോലെ ഇതിൽ ചിലർക്ക് മിനറൽസിന്റെ ഒക്കെ ഒരു സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലം ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലതിൻ്റെയൊക്കെ ഡിഫിഷ്യൻസി മൂലം ചില രോഗങ്ങൾ ഉണ്ടാകാം. അതുപോലെ മറ്റു ചിലർക്ക് കരപ്പൻ, ചിരങ്ങ് പോലുള്ള അസുഖങ്ങൾ ഇത്തിരി വന്ന് ഗുരുതരമാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും തുടർന്നോട്ട് പോകുന്നതിനും വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സവും ഇല്ലാണ്ട് പുരോഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുടുംബത്തില് ഒരു വാഹനം വരുന്നതിന് ഒരു യോഗമുണ്ട്. അതായത് ഒരു വാഹനം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു പരിധിവരെ ഒരു നല്ല കാലമെന്ന് വേണമെങ്കിൽ പറയാം. രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഒരു രീതിയിൽ കുറെയൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഈ രോഗങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുന്നു. നല്ല ആരോഗ്യം കിട്ടുന്നു. പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് അവർ മികച്ച പഠനം കാഴ്ചവെച്ചിരുന്നാൽ ചില പ്രത്യേക സ്പോൺസർമാർ നടത്തുന്ന ടെസ്റ്റിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് അങ്ങനെ അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് വിദേശ രാജ്യങ്ങളുടെ സ്കോളർഷിപ്പോടുകൂടി ഈ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ 9ഉം 10ഉം ഒക്കെ പഠിക്കാൻ, 11ഉം 12ഉം ഒക്കെ പഠിക്കാൻ ഒരു യോഗം കാണുന്നുണ്ട്. ഫുഡ് പോയിസൺ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വില കൂടിയ വളർത്തുമൃഗങ്ങൾ ഇവർക്ക് സമ്മാനമായി ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലർ വിദേശ രാജ്യങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി സ്കൂൾ ആയിരുന്നാലും അവർക്ക് വിദേശ രാജ്യത്ത് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നു. മറ്റു ചിലർക്ക് ഗ്രാന്റ് കിട്ടുന്നു. കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് കുറേശ്ശെ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും
അധികാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചില സഹായങ്ങളും സഹകരണങ്ങളും ലഭ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. ചതിയും വഞ്ചനയും കളവ് എന്നിവ നിങ്ങളെ ബാധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം പ്രത്യേകം ഓരോ യാത്രയിലും കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. പുണ്യതീർത്ഥങ്ങളിലും പുണ്യ നദികളിലൊക്കെ പുണ്യ തീർത്ഥങ്ങളിലെ അല്ലെങ്കിൽ പുണ്യ നദികളിലൊക്കെ നിങ്ങൾക്ക് സ്നാനം ചെയ്യുന്നതിനും പുണ്യക്ഷേത്രങ്ങളും സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനും യോഗം ഈ സമയം കാണുന്നുണ്ട്. 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് അവർക്ക് ഈ ചിലർക്ക് വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പൂർത്തീകരിച്ച് നല്ലൊരു തൊഴിലിൽ പ്രവേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലർക്ക് ആ കിട്ടിയ തൊഴിലിനോടൊപ്പം തന്നെ പഠിച്ച് മികച്ച ഒരു ഉപരിപഠനം നടത്തി അതിലും പ്രത്യേക തൊഴിലിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കുടുംബത്തിൽ ചിലപ്പോൾ ഈ സമയം ചില ഉത്തര നക്ഷത്രക്കാർക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികൾ കുടുംബത്തിൽ ഉണ്ടാകാം. എന്നാലും ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് തൊലിപ്പുറത്ത് ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അലർജി പോലുള്ളതൊക്കെ വരാം. അതുപോലെ തന്നെ വിഷവസ്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ ലഭിച്ച് തൊഴിൽ ചെയ്യുന്നവരെയും കാണാൻ സാധിക്കുന്നു. സാമ്പത്തികം ഒരുവിധം നല്ല രീതിയിൽ കുടുംബത്തിന് കിട്ടുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം ഈ സമയം കാണുന്നുണ്ട്. 40 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് അതുപോലെ ഇവർക്ക് തറവാടില് പിതൃതുല്യരായ അതായത് വളരെ പ്രായം ചെന്ന കാരണവന്മാരോ അല്ലെങ്കിൽ അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വിയോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. അതുപോലെ തന്നെ വീട് നിർമ്മിക്കാൻ പുതിയ വീട് ഇഷ്ടപ്പെട്ട ശൈലിയിൽ നിർമ്മിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വീട് വിലയ്ക്ക് വാങ്ങി താമസിക്കുന്നതിനോ യോഗം ഇവർക്ക് കാണുന്നുണ്ട്. വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധിച്ച് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്. മദ്യപാനത്തിനും ലഹരിക്കും ഒന്നും ഈ സമയം എന്തു തന്നെ പ്രോത്സാഹനം കിട്ടിയാലും അതിന് അടിമയാകരുത്. ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്ന ഒരു കാലമാണ്. അപ്പൊ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. കുടുംബത്തിലെ ഉത്തരവാദിത്വം മുഴുവനും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് ചില ഉത്തര നക്ഷത്രക്കാർക്ക് വന്നേക്കാം. കാർഷിക മേഖലയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. നന്മയുള്ള കാർഷിക ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപം നടത്താനും സമ്പാദിക്കാനും ഒരു യോഗം കാണുന്നുണ്ട്. 56 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇണയുടെ മരണം ചിലർക്ക് ഉണ്ടാകാൻ, അപൂർവം ചിലർക്ക് ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരിക്കലും സ്വന്തം നിലയ്ക്ക് ചേരാത്ത ആൾക്കാരുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കരുത്, കൂട്ടുകൂടരുത്. സ്വഭവനത്തിൽ നിന്നോ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനും ചിലർക്ക് യോഗം ഈ സമയം കാണുന്നുണ്ട്. സമൂഹത്തിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലരാണെങ്കിൽ നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്നതിനും സാധ്യതയുണ്ട്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ധനം ധാരാളം വന്നു ചേരും. പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വരും. തൊഴിലിൽ ഇത്തിരി അധ്വാനം കൂടുന്ന ഒരു കാലമാകുന്നു. ചില രോഗങ്ങൾ ശല്യം ചെയ്യാം, എങ്കിലും അതൊന്നും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നില്ല. 75 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ ശല്യം ചെയ്യാം, എന്നാലും അതിന് തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം ഭേദമാകുന്നു. ധനത്തിന് വളരെ ബുദ്ധിമുട്ടുകളൊന്നും വരാത്തൊരു കാലഘട്ടമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും അതിൽ അവാർഡുകൾ അങ്ങനെ ഒക്കെ കാര്യങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് ബന്ധം പുതുക്കാനും പിന്നെ അങ്ങോട്ട് അവരുമായിട്ട് സമരം ചെലവഴിച്ച് നല്ല രീതിയിൽ സന്തോഷവനായിട്ട് ജീവിക്കുന്നതായിട്ടും എല്ലാം ഭാഗ്യം കാണുന്നുണ്ട് ഈ സമയത്ത്. ഇനി സെപ്റ്റംബർ മാസത്തിൽ സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയിൽ യോഗം ചെയ്യുന്നതിനാല് ഒരാളിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സമ്മിശ്രമായ ഒരു ഫലങ്ങളാണ് ലഭിക്കുന്നത്. അതായത് ഗുണവും ദോഷവും ലഭിച്ചേക്കാം. ഈ യോഗത്തിന് ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. കരിയറിൽ ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ ഒരു നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ചില ആശയക്കുഴപ്പങ്ങള് തടസ്സങ്ങളൊക്കെ ആദ്യം ഉണ്ടാവുമെങ്കിലും പിന്നീട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറി പുരോഗതിയിലേക്ക് മികച്ച പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു.
വാദം, പിത്തം, കഫം എന്നിവയുടെ സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലം ചില രോഗങ്ങളും ശരീരത്തിന് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് മാനസിക സംഘർഷം ഉള്ളവരാണെങ്കിൽ അവർക്ക് ഡിപ്രഷനൊക്കെ കൂടുന്നതിനൊരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഒന്നീ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഉറക്കം കൂടുതൽ ഉണ്ടാകാം, അതല്ലെങ്കിൽ മറവി ഒക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതാപവും ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കേതുവിന്റെ സ്വാധീനം മൂലം ഈഗോയും അതല്ല ചിന്തകളെയൊക്കെ ഒന്ന് ഉൾവലിയിക്കാനായിട്ടും ഒരു സാധ്യത ചിലരിൽ കാണുന്നുണ്ട്. സൂര്യൻ സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ അംഗീകാരവും നേതൃത്വ സ്ഥാനവും അധികാരവും ഒക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. സൂര്യനും കേതുവും കൂടി ചേരുകയാൽ ലൗകിക സുഖങ്ങളിൽ നിന്നും പിന്മാറുന്നതിന് ചിലരുടെ മനസ്സ് നിർബന്ധിക്കുന്നു. ഒപ്പം അവര് ആത്മീയ ചിന്തകളിൽ, അതായത് ഭക്തി മാർഗത്തിൽ മുഴുകുന്നതായിട്ടും കാണുന്നുണ്ട്. ബുധൻ കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നു. ചില സമയം ആശയവിനിമയങ്ങളിൽ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് കൂടുതൽ ഒരു സന്ദേശം കിട്ടിയാൽ തന്നെ അതിനെ കൂടുതൽ കീറി മുറിച്ച് വിശകലനം ചെയ്ത് തന്നെ സൂക്ഷ്മ പരിശോധന ചെയ്യുമ്പോൾ ഭയങ്കരമായ ആശയക്കുഴപ്പം വരും. ഇത് പെർമനന്റ് അല്ല, ഇത് താൽക്കാലികമാണ്. പെട്ടെന്ന് അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. ഇതുമൂലം ചില ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, പിന്നീട് ശരിയായിക്കോളും. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.